ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ സ്റ്റേക്കേഷൻ പോലെ പോവുകയാണ്. നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. രാവിലെ വെളുപ്പാങ്കാലം സമയം ഒരു 6 മണി സമയമാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇതൊക്കെ ആയതുകൊണ്ട് അടുപ്പിച്ച് 3 ദിവസം ഒരു ലീവൊക്കെ കിട്ടി. അപ്പം അതുകൊണ്ട് ഒരു സ്റ്റേക്കേഷൻ പോലെ പോവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പോൾ ഞങ്ങളൊന്നും കഴിക്കാതെയും കുടിക്കാതെയാണ് ഇറങ്ങിയത്. രാവിലെ ക്യാപ്പച്ചിനോ വാങ്ങിച്ച് കുടിച്ചു ആദ്യം. അത് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ടേക്ക് ഓഫ് ഒക്കെ കണ്ട് നിന്നു. അങ്ങനെ ചുമ്മാ അവിടെയൊക്കെ എയർപോർട്ട് അവിടെ മൊത്തം ചുമ്മാ ഒന്ന് കറങ്ങി നടക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോയി ബോർഡിങ്ങിന് കുറച്ച് മുമ്പ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. മസാല ദോശ ഇഡ്ഡലിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിച്ച് കഴിച്ചത്. നല്ലതായിരുന്നു. കൊള്ളാമോ? അപ്പോൾ നമ്മൾ ബോർഡിങ്ങിന് സമയമായി. നമ്മൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ്. ഇതിപ്പം നോർത്ത് ഗോവയാണ്. നോർത്ത് ഗോവയിൽ മോപ്പ എന്ന് പറഞ്ഞ ഒരു എയർപോർട്ടുണ്ട്, മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അധികമായിട്ടില്ല ഈ എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒരു 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഗോവ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ നമ്മുടെ കേരളം കാണുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഫുൾ പച്ചയാണ്. നമ്മൾ കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയല്ലേ, ഫുൾ പച്ചയല്ലേ. അതുപോലെ തന്നെയാണ് ഗോവയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴത്തേനും. ഗോവ മൊത്തത്തിൽ ഫുൾ ഒരു പച്ചപ്പാണ്. നമ്മുടെ നാട് പോലെ തന്നെ കാണാനിരിക്കും. ആൾക്കാരുടെ വേഷവും കാണുമ്പോഴാണ് നമുക്ക് ഇത് നാടല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത, ഒരു ബോധം വരുന്നത്. അല്ലാതെ വഴികളും എല്ലാം കാണുമ്പോൾ നമ്മൾ കേരളം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിപ്പം നോർത്ത് ഗോവയാണ്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യമാണ് ഞാൻ എടുത്തത്.
അപ്പോൾ നമ്മൾ നോർത്ത് ഗോവയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മളൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. റിസോർട്ടുകാർ തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ടാക്സി താഴെ വന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ അതിൽ കയറി പോകണം. അപ്പം നമ്മൾ ലാ കബാന എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അത് ഗോവയിലെ അശ്വം ബീച്ചിലാണ്. അശ്വം ബീച്ച് എന്ന് പറഞ്ഞ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ സ്ഥലം എന്തോ മൺട്രീം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്, അറിയത്തില്ല. മൺട്രീം എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. അശ്വം ബീച്ച് എന്നാണ് തോന്നുന്നത് ബീച്ചിൻ്റെ പേര്. അവിടെയാണ് ഈ ലാ കബാന എന്ന് പറയുന്ന റിസോർട്ട്. അപ്പം ഇതാണ് നമ്മുടെ മോപ്പയിൽ ഉള്ള എയർപോർട്ട്. മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇത് വളരെ പുതിയ എയർപോർട്ടാണ്. 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എയർപോർട്ട് വന്നിരിക്കുന്നത്. ഗോവയിലെ നേരത്തെ ഉള്ള എയർപോർട്ട് സൗത്ത് ഗോവയിലാണ് ആ എയർപോർട്ട് ഉള്ളത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ എയർപോർട്ട് നേരത്തെ എയർപോർട്ട് സൗത്ത് ഗോവയിലാണുള്ളത്. അപ്പോൾ ഇതിനിപ്പം നമ്മൾ നേരെ നമ്മുടെ ടാക്സി നമ്മുടെ ഡ്രൈവർ കിടക്കുന്നിടത്തേക്ക് പോവാണ്. അപ്പം നമ്മളിപ്പം ഗോവയിലാണ് എത്തിയിരിക്കുന്നത്. ഗോവ എയർപോർട്ട് വരെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് ഞാൻ എടുത്തുള്ളൂ. ആദ്യം ഞങ്ങളൊരു 12 മണിയായപ്പം വന്ന് പിന്നെ ഫുഡ് കഴിച്ചു, കുറച്ച് നേരം കിടന്നു. അതൊക്കെ കഴിഞ്ഞിപ്പം വൈകുന്നേരം ഇപ്പം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. സൺസെറ്റ് ആകാറായി. ഇപ്പം ഇതൊരു ബീച്ച് റിസോർട്ടാണ് ഗോവയിൽ. ഇത് നോർത്ത് ഗോവയാണ്. നമ്മൾ ഇറങ്ങിയത് മോപ്പാന്നും പറഞ്ഞ് നോർത്ത് ഗോവയിലുള്ള എയർപോർട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് അധികം ആയില്ല എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്കൊന്നൊരു 1.5 കൊല്ലം അങ്ങോട്ട് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു നോർത്ത് ഗോവയിലെ ആ എയർപോർട്ട് വന്നിട്ട്. അപ്പം മോപ്പ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് ഇറങ്ങി. അവിടുന്ന് ടാക്സി എടുത്ത് ഞങ്ങൾ ലാ കബാന എന്ന് പറഞ്ഞൊരു ബീച്ച് റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും ബീച്ച് റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഒരു സ്റ്റേക്കേഷൻ പോലെ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു ബീച്ച് റിസോർട്ടിലാണ് വരാൻ തോന്നിക്കുന്നത്. ഞങ്ങൾ സൗത്ത് ഗോവയിൽ ഒരു 2 കൊല്ലം മുമ്പ് സൗത്ത് ഗോവയിൽ ഒരു ബീച്ച് റിസോർട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ബെലീസ ബൈ ബീച്ചെന്നോ അങ്ങനെ എന്തോ പേര് പറഞ്ഞത് സൗത്ത് ഗോവയിലാണ്. അത് പക്ഷെ ഞങ്ങൾ ട്രെയിനിനാണ് പോയത്. പക്ഷെ ട്രെയിനിന് ഭയങ്കര പാടാണ് ഗോവയിൽ. ബാംഗ്ലൂരിൽ ട്രെയിനിന് വരാനായിട്ട്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റാണ് കുറച്ചുകൂടി എളുപ്പം. ട്രെയിനിന് ടൈമിങ്ങും അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും ഒക്കെ ഭയങ്കര പാടാണ്. അപ്പം ഇതൊരു എന്താ പറയുക തടി കൊണ്ടുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ്. റൂമൊക്കെ ഞാൻ നാളെ കാണിക്കുന്നുള്ളൂ. ഇന്ന് റൂമൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഇന്ന് നമുക്കിനിയിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്, സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കിനിയിപ്പം ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. അപ്പം അത്രയ്ക്കുള്ള ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് ഈ റിസോർട്ടിൽ. ഇപ്പം എല്ലാം ഇന്റിമേറ്റ് വെഡിങ് അല്ലേ. അപ്പം നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അതിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം ബീച്ചിലേക്ക് പോകാം. ഇറങ്ങുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഒരു റൂം. ഇങ്ങനെയാണ്. നമുക്ക് അകത്തെ കാര്യങ്ങളൊക്കെ നാളെ കാണാം. നാളെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും ഒക്കെ. ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരുടെയും റൂം. ഈ ഒരു രീതിയിലാണ്.
ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പേ, ഞങ്ങൾ വരുന്നതിന് 2 ദിവസം മുമ്പേ വന്നതായിരിക്കും. കാരണം ഇവർക്ക് കുറേ പരിപാടികളില്ലേ. അപ്പം രാവിലെ എന്തൊക്കെയോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണ് ആ വൈറ്റ് നിറത്തിൽ കാണുന്നത്. പിന്നെ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഒരുങ്ങുന്നു. അങ്ങനെ കുറച്ച് നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബീച്ചും കാര്യങ്ങളുമൊക്കെ. നല്ല ഒരു ബീച്ച്, വലിയൊരു ബീച്ച്, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ മഹാബലിപുരത്ത് പോയപ്പോഴും ഉള്ളതിനെക്കാട്ടിലും വലിയൊരു ബീച്ച്. നേരത്തെ ഞങ്ങൾ നിന്ന റിസോർട്ടിലും വലിയ ബീച്ചാണിത്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ആ ഇടുക്കിലേക്ക് പോവാം. ഇത് വേറെ റിസോർട്ട്, ലീല കോട്ടേജസ്. പേടി വരുന്നു.
ഹായ്, അപ്പം ഞങ്ങൾ രാത്രിയിൽ ഡിന്നറൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഒരു 2-3 തവണയായിട്ട് എടുക്കുന്നു. ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് കൂട്ടമായിട്ട് ആൾക്കാർ നടന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊരു ഒരു ചമ്മൽ സ്വാഭാവികമായി വരും. ഒരാൾ തന്നെ നടന്നു പോയാൽ അത്രയും കുഴപ്പമില്ല, എനിക്ക് നോക്കിയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ കൂട്ടമായിട്ട് ആൾക്കാർ നടന്നു പോകുമ്പോഴത്തേനും അവർ തമ്മി എന്നെ കമൻറ്റ് പറയുകയാണോ, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കമൻറ്റ് പറയുവാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എൻ്റെ സംസാരം അങ്ങ് കുറയും, എനിക്കങ്ങോട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അതാണ് വേറൊരു പ്രശ്നം. പിന്നെന്താണ്, അപ്പോൾ അങ്ങനെ കുറേ തവണ ഞാൻ എന്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രീഹരി മേലെ എഴുതാൻ കയറിയിരിക്കുകയാണ്. ഞാൻ മേലൊക്കെ കഴുകിയിട്ടായിരുന്നു. തലമുടിയൊന്നും കഴിയില്ല, തല കഴിയില്ല. കാരണം തല ആപ്പാട ചകിരി പോലാണ്. ഇവിടെ വന്ന് ഈ കടലിൻ്റെ കാറ്റും കൂടെ അടിച്ചപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇപ്പോൾ ചെട പിടിച്ചിരിക്കുക. എനിക്കിനി രാത്രി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെന്താണ്, ഡിന്നർ ഞങ്ങൾ ഓർഡർ ചെയ്യുക, റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചില്ല. സാധാരണ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ഓർഡർ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കല്യാണം നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബഹളം. അവിടെ സംഗീത് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഓർത്തിക്കേട്ടത് അതാണെന്ന് തോന്നുന്നു. സ്റ്റേജും ഡെക്കറേഷനും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഡാൻസും പാട്ടൊക്കെ ആണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ വല്ല പരിപാടിയും തുടങ്ങുവാണെങ്കിൽ അവിടെ പോയി ചുമ്മാ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് വന്ന സമയത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും മോഷൻ സിക്നസ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമാണ്, പ്രത്യേകിച്ച് ബാക്ക് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ. എന്നാൽ ഞാനാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് യൂബറിൽ കയറിയ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനാണ് ഒട്ടും മടിയാണ് താനും. ബാക്ക് സീറ്റിൽ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് ഞാനിത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യത്തില്ല, പക്ഷെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഭയങ്കരമായിട്ട് വരും. പിന്നെ എനിക്ക് കുറേ സമയം വേണം അതൊന്ന് നേരെയാക്കാൻ. പ്രത്യേകിച്ച് ആഹാരം കഴിക്കാതെ കയറി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കയറിയപ്പോഴത്തേനും ഒന്നാമത് ഇവിടുത്തെ വഴി എൻ്റെ ദൈവമേ ഇങ്ങനെയാണ് വളഞ്ഞു പൊളഞ്ഞുള്ള വഴിയും ഒരു മാനില്ല മാഞ്ചാതിയില്ലാത്ത വഴി. സൗത്ത് ഗോവയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും തോന്നിയില്ല. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും എന്തുവായിരുന്നു, ഒറ്റ മനുഷ്യനില്ല, ഒറ്റ കടകളില്ല. ഇവരെവിടെ പോയി സാധനം വാങ്ങിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ നോർത്ത് ഗോവയിലേക്ക് ആദ്യം വന്നത്. സൗത്ത് ഗോവയിൽ ഞങ്ങൾ 2023 സൗത്ത് ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു. ബെലീസ ബൈ ബീച്ചിനകത്ത് തോന്നുന്ന ആ ഒരു ഹോട്ടൽ, ആ ഒരു ഹോട്ടലല്ല റിസോർട്ട്, ഇതിലെ പ്രൈവറ്റ് ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിസോർട്ടായിരുന്നു. പക്ഷെ അത് നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഉണ്ടല്ലോ ഗോവൻ ബ്രെഡ് എന്ന് പറയും. ഗോവൻ ബ്രെഡ് ആക്ച്വലി നല്ല ടേസ്റ്റാണ്. അത് ഞങ്ങൾ ബെലീസയിൽ കഴിച്ചിട്ടുണ്ട്. ഗോവൻ ബ്രെഡ് ഗോവൻ ബ്രെഡ് തന്നെ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ്. ചായയും ഗോവൻ ബ്രെഡ് മാത്രം മതി. അത് അവിടുത്തെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ അവർ ഗോവൻ ബ്രെഡ് ഓർഡർ ചെയ്തപ്പോൾ ആദ്യം ഗോവൻ ബ്രെഡ് തന്നെ തന്നു. പിന്നെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോഴത്തേന് ഗാർലിക് ബട്ടർ തൂത്ത് ഗോവൻ ബ്രെഡൊക്കെ തന്നു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ടേസ്റ്റ് മനസ്സിൽ വെച്ച് ഞങ്ങൾ ഇവിടുന്ന് ഗോവൻ ബ്രെഡ് വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് പാവ് ഭാജിയിലെ പാവാണ്. ശ്രീഹരിക്ക് ദേഷ്യം വന്നു. ശ്രീഹരി അതാണ് ശ്രീഹരിക്ക് ഏറ്റവും കൂടുതൽ. ശ്രീഹരി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് ബെല്ലീസയിലെ ഗോവൻ ബ്രെഡ്. ഇവിടെ വന്നപ്പോഴത്തേനും അതല്ല, വെറും പാവ് ഭാജിയിലെ അതിന് ആ ഒരു ഗോവൻ ബ്രെഡിൻ്റെ അതൊരു നല്ലതായിരുന്നു. അത് നമുക്ക് ചുമ്മാ ബ്രെഡ് തിന്നാം, നമുക്ക് സൈഡായിട്ട് ഒന്നും വേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം അതൊന്നും കൊള്ളത്തില്ല, സാരമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ലാസ്റ്റ് നിമിഷം ബുക്ക് ചെയ്തതാണ്. മീൻസ് ഇത് ഞങ്ങൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തപ്പം ഈ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ വരണമെന്നുള്ള, പിന്നെ സൗത്ത് ഗോവയിൽ നമ്മളൊന്ന് പോയതാണ്. അപ്പം നോർത്ത് ഗോവ കാണണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ട്രെയിൻ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ യാത്ര ഭയങ്കര പാടായിട്ടാണ്. കാരണം ടൈമിങ് ഭയങ്കര ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം സൗത്ത് ഗോവയിൽ ഞങ്ങൾ വന്നത് വെളുപ്പാങ്കാലത്ത് 3 മണിയാകുമ്പോൾ മഡ്ഗൗൺ ഇറങ്ങുന്ന ഒരു ട്രെയിന്. എന്നിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ റിസോർട്ടിൽ വരും. ഈ റിസോർട്ടുകളെല്ലാം ഈ പ്രൈവറ്റ് ബീച്ചൊക്കെ ഉള്ള സെറ്റപ്പ് കാരണം ഇങ്ങനെ ഉള്ളിലേക്കാണ്.
നേരെ ചൊവ്വയുള്ള ഒരു സ്ഥലത്തൊന്നുമില്ല, അങ്ങ് ഭയങ്കര ഉള്ളിലേക്കാണ്. തിരിച്ചുള്ള ട്രെയിൻ വാസ്കോയിൽ നിന്നായിരുന്നു, വാസ്കോഡ ഗാമ. വാസ്കോയിൽ നിന്ന് രാത്രി 11 മണിക്ക് അങ്ങനെയൊക്കെയായിരുന്നു. 11 മണിക്ക് എത്തും, പിറ്റേ ദിവസം ഉച്ചയ്ക്കേ ബാംഗ്ലൂർ എത്തത്തുള്ളൂ. അത് യാത്ര ഭയങ്കര കൺജസ്റ്റഡ്, ഭയങ്കര അതും എല്ലാം ഈ നോർത്തിലേക്കുള്ള ട്രെയിനൊക്കെ വളരെ മോശമാണ്. ഗോവയിലെ AC, ഗോവയ്ക്ക് ആ 2 ട്രെയിനിൻ്റെ AC കോച്ചായിരുന്നു. അതൊക്കെ ഭയങ്കര ഇതായതുകൊണ്ട് ഒരു ദുരിതം പിടിച്ച യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു, പിന്നെ ഇനിയും ഗോവയ്ക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ ഫ്ലൈറ്റിലേ വരത്തുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ബുക്ക് ചെയ്തതാണിത്. നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം ശ്രീഹരി മേലെഴുതിയിട്ട് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. വെജ് ഫ്രൈഡ് റൈസ്, അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം ഇത് തന്നെയാണ് വാങ്ങിച്ചത്. ഗോബി മഞ്ചൂരിയനും ഗാർലിക് നാനും. ഞങ്ങൾ വെജാണ് മാക്സിമം കഴിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഫിഷ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഗോവ ആയതുകൊണ്ട്. വെജ് കഴിക്കാനാണ് മാക്സിമം ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ടാണ് വെജ് എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഗാർലിക് നാൻ വലുതായിട്ട് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല. അതിലും നല്ലത് ബാംഗ്ലൂർ കിട്ടും, നല്ല ഗാർലിക് നാൻ. അതുകൊണ്ട് എനിക്ക് നാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും അടിപൊളിയായിരുന്നു. അപ്പം വൈകുന്നേരം മീൻസ് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അതിൻ്റെ സംഗീത് ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ചുമ്മാ കാണാം. പിന്നെ രാത്രിയിലത്തെ ആ ഒരു നല്ല രസമല്ലേ, ഗോവ വൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ് ഗോവയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം അത് പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ നല്ല രസമാണ്. അവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ആ ഒരു നല്ലൊരു വൈബാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ അവരുടെ സംഗീത് ഫംഗ്ഷൻ, പാട്ടും ഡാൻസും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടത് ശ്രീഹരിയുടെ ചെറിയൊരു വീഡിയോഗ്രാഫി സ്കില്ലാണ്. അപ്പം അതിന് ശേഷം ഞങ്ങൾ ഈ സംഗീത് ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് തീർന്നൊന്നുമില്ല, അത് കുറേ നേരം ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ പതുക്കെ കിടക്കാമെന്ന് വിചാരിച്ച് വന്നു. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ ഇങ്ങനെ ലൈറ്റ്സും ഒക്കെ ആയിട്ട്. ഇതാണ് ഇവരുടെ ഒരു കയറി വരുന്ന ഭാഗത്തെ കാര്യങ്ങളൊക്കെ. അത് ഞാൻ പകലെടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് വന്നപ്പോൾ എനിക്കിതൊന്നും എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ പകലിതെടുക്കാഞ്ഞത്. ഞാൻ വന്നപ്പോൾ ഇതൊന്നും എടുക്കാഞ്ഞത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിങ്ക് നിറത്തിലുള്ള പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ മുമ്പ് എടുത്തിരിക്കുന്ന വീഡിയോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നുള്ള പേടിക്കാണ്, കാരണം ഫുൾ സിനിമ പാട്ടുകളായതുകൊണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.